ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ശാന്തിപർവം തുടരുന്നു. സന്ധ്യാവന്ദനം കഴിച്ചന്തണരോടുകൂടെ ചെന്താരിൽ മാതുപുൽകും ബന്ധൂക സമാധരൻ കുന്തി നന്ദനന്മാരും സാമന്ത വീരാദിയും മന്ത്രികളോടും ദ്വിജതാപസാദികളോടും ശന്തനുപുത്രൻ തന്നെ കാൺമാനായി എഴുന്നള്ളി സന്തോഷം പൂണ്ടു വണങ്ങിടിനാൻ ദേവംവ്രതൻ. ധർമ്മനന്ദനാദികൾ ഗംഗാനന്ദനൻ ചരണാംബുജം കണ്ടു നമസ്കരിച്ചു കൂപ്പി നിന്നാർ. ധർമ്മപുത്രർക്കു ഗംഗാദത്തനാം വിഷ്ണുഭക്തൻ ധർമ്മോപദേശം ചെയ്തിടുന്നു പോലെന്നു കേട്ടു. സമ്മോദമുള്ളിൽ വളരും മഹത്തുക്കളെല്ലാം ധർമ്മതത്വവും ധർമ്മരഹസ്യങ്ങളുമെല്ലാം സമ്മോഹമകന്നു പോമാറു കേൾക്കേണമെന്നോർത്തു ഉന്മേഷം പൂണ്ടു വന്നു നിറഞ്ഞു ഭീഷ്മാന്തികേ. ഭക്തവത്സരനായ ഭഗവൻ നിയോഗത്താൽ ഭക്തനാം ധർമാത്മജൻ ഭീഷ്മരെ തൊഴുതുടൻ ഉപസത്തിയെ ചെയ്തു ചോദിച്ചു. നൃപധർമ്മം ഉപദേശിക്കെന്നരുൾ ചെയ്തിതു ഭഗവാനും. എന്തെന്ത ഭഗവാനെ നിന്തിരുവടി തന്നെ കുന്തി നന്ദനൻ തനിക്കുപദേശിക്കേ വേണ്ടു. നിന്തിരുവടിയരുൾ ചെയ്തിട്ടു കേൾക്കുന്നാകിൽ സന്തോഷം വരുമല്ലോ, സംശയങ്ങളും തീരും. എന്തിനിന്നരുളി ചെയ്യരുതായിന്നു കർമ്മബന്ധവും അകന്നാനന്ദം വരുമെല്ലാവർക്കും. ശന്തനുപുത്രനേവം ചൊന്നതു കേട്ടു നാഥൻ മന്ദഹാസവും ചെയ്തു. പിന്നെയും അരുൾ ചെയ്തു, ഈശ്വരവാക്യമായി പോമത്രേ ഞാൻ ചൊല്ലിയാൽ ശാശ്വതധർമ്മം ഭവാദൃശന്മാർ ചൊൽവനല്ലോ. വേദവാക്യങ്ങൾ പോലെ നിന്നുടെ വാക്യങ്ങളും മേദിനി തന്നിലം വ്യാകൃതങ്ങളായി വന്നിടും എന്നെല്ലാം അനുഗ്രഹിച്ച ആജ്ഞയെ ചെയ്ത നേരം നന്നായി തെളിഞ്ഞിതാത്മാവു ശാന്തനവനും. സ്വധർമ്മം മുമ്പിലറിയേണ്ടതെന്നോർത്തുടൻ മുതിർന്നു രാജധർമ്മം ചോദിച്ചു യുധിഷ്ഠിരൻ. പരമോധർമ്മോ രാജാവിധി വേദജ്ഞന്മാരും ഉര ചെയ്യുന്നോരതു കാരണം ഗംഗാദത്തൻ ഉര ചെയ്തിതു രാജധർമ്മമെപ്പേരും. അപ്പോടുര ചെയ്വതിനുള്ളതല്ലെനിക്കവയെല്ലാം രാജാവിനെല്ലായിലും പരമമായ ധർമ്മം വ്യാജമെന്നിയേയുള്ളൂ പരിപാലനമല്ലോ. അതിന് വിരോധികളായുള്ള ശത്രുക്കളെ വധവും ചെയ്തു നന്നായി പരിപാലിച്ചിടേണം. ദുഷ്ടരായി ഏറ്റം അധർമ്മിഷ്ഠരായുള്ളോരെ നഷ്ടമായി ചമച്ചു ധർമ്മിഷ്ഠന്മാരായി മേ വീടും. ശിഷ്ടരെ വഴിപോലെ രക്ഷിച്ചു ദിനംതോറും പുഷ്ടിയും നിജ വിഷയത്തിങ്കൽ വളർത്തു സന്തുഷ്ടരായി പുത്രമിത്രകളത്രാദികളോടും ഇഷ്ടന്മാരായ നിജസേവകജനത്തോടും ഭൃത്യസാമന്ത പുരോഹിത സഭ്യന്മാരോടും വൃത്തവാന്മാരാം അമാത്യ പ്രധാനന്മാരോടും ശുദ്ധരാം ഗണകലേഖകന്മാരോടും സദാ സത്വരചാരികളായുള്ള ചാരന്മാരോടും ശക്തരായുള്ള സേനാനായകന്മാരോടും അത്യുത്തമന്മാരായി മേവും പ്രാഠിവാകന്മാരോടും ശുദ്ധചേതസാ പരിപാലിച്ചു മഹീതലം ശുദ്ധാന്തത്തിങ്കൽ സുഖിച്ചിരുന്നിടേണം നൃപൻ. സമസ്ത പ്രാണികൾക്കും വിഷയേന്ദ്രിയദേഹ സമത്വമുണ്ടെങ്കിലും നൃപശാസനയാലെ ഭുവനം അനാകുലതരമായി വർത്തിക്കേണം. അവനീശ്വരൻ ജഗൽ പ്രത്യക്ഷേശ്വരനല്ലോ. ബ്രഹ്മഭക്തത്തിങ്കൽ നിന്നുദ്ഭവിച്ചിതു വിപ്രൻ കർമ്മങ്ങളാറുണ്ടവൻ അറിവ യുധിഷ്ഠിര. അധ്യയനവും അധ്യാപനവും യജനവും ഭദ്രയാജനവും ദാനപ്രതിഗ്രഹങ്ങളും ആറും ചൊല്ലുവനഹമറിവാൻ തക്കവണ്ണം വേറെ നീ കേട്ടുകൊള്ളുക. വിപ്രഷക്കർമ്മമെല്ലാം വേദങ്ങൾ പഠിക്കയും പഠിപ്പിക്കയും പരമാദരവോടു യജ്ഞം ചെയ്യുകയും ചെയ്യിക്കയും ദാനം ചെയ്യുകയും മുതാ താൻ പരിഗ്രഹിക്കയും മൂലമെന്നിയെ ഭൂമി ദേവന്മാർക്കാവശ്യമാം.
ഇങ്ങനെ ഷഡ്കർമ്മങ്ങളുള്ള ഭൂദേവന്മാർക്കു മംഗലം നൽകിയിടുവാൻ ആശ്രമം നാലുണ്ടല്ലോ എന്നതിൽ ബ്രഹ്മചര്യം മുമ്പിലെ തന്നെ. വേദം നന്നായി പഠിക്കേണം ആചാര്യകുലം പ്രാപിച്ചന്നു ഭിക്ഷയേറ്റു ഗുരുവിൻ കാൽക്കൽ നൽകി തന്നിയോഗത്താൽ വൃത്തി കഴിച്ചോരോരോ തരം സന്ധ്യാവന്ദനം കഴിച്ചഗ്നുപസ്ഥാനം ചെയ്തു സന്തതമാചാര്യൻ തന്നന്തികേ വസിക്കേണം. ഭക്തിപൂർണ്ണനുശയനാസനാദിയും വേണം, നിത്യവും ബ്രഹ്മചര്യ ചിഹ്നവും ധരിക്കേണം. സുമുഹൂർത്തം കൊണ്ടു പനിച്ച നാൾ മുതൽ പിന്നെ ക്രമമോർത്തോരോ വ്രതം വഴിയെ കഴിക്കേണം. ആചാര്യ ശുശ്രൂഷയും ചെയ്യണം അമായയാ സ്വാചാരനിരതനായി. ഇങ്ങനെ ഗുരുഭക്ത്യ ഗോത്രവും പ്രവരവും ശാഖയും ചരണവും ഓർത്തു തത്തൽ പ്രോക്താനുഷ്ഠാനങ്ങളോടും കൂടി വിദ്യകൾ 18 പഠിപ്പു. പിന്നെ സമാവർത്തനം ചെയ്തു ഗോദാനം കഴിഞ്ഞനന്തരം 4 വേദവും അതിനംഗങ്ങളാറും പിന്നെ 4 വാംഗങ്ങൾ ഉപവേദങ്ങൾ 4 നന്നായി അഭ്യസിച്ചാചാര്യന് ദക്ഷിണ ചെയ്താൽ പിന്നെ അപ്പോഴേ മുതാഗ്രഹസ്ഥാശ്രമം കൈക്കൊള്ളണം. മറ്റുള്ള ആശ്രമങ്ങൾ 3 ആധാരമല്ലോ. മുറ്റും ഗാർഹസ്ഥ്യാശ്രമം എന്നറിഞ്ഞനുദിനം ഇഷ്ടയായി അനുരൂപയാകിയ ഭാര്യയോടും തുഷ്ടനായി പഞ്ചയജ്ഞാദികളും ചെയ്തു നിത്യം സന്ധ്യാനുഷ്ഠാനാദിയും വഴിയെ ചെയ്തുകൊണ്ടു സന്തതി കൊണ്ടു പിതൃക്കൾക്കുള്ള കടം തീർത്തു പുത്രന്മാർക്കെല്ലാമൊക്കെ ഷോഡശക്രിയ ചെയ്തു പുത്രികളെയും കൊടുത്താത്മജന്മാരെ കൊണ്ടു പുത്രപുത്രാർത്ഥം വിവാഹാദികൾ ചെയ്യിപ്പിച്ചു. നിത്യവും പിതൃപൂജ കൊണ്ടു ദേവകൾക്കെല്ലാം തൃപ്തിയും വരുത്തിക്കൊണ്ട് അതിഥി പൂജയോടും ഭക്തിപൂണ്ടന്തക്കരണ പ്രസന്നതയോടും ഗൃഹസ്ഥാശ്രമം നന്നായി രക്ഷിച്ചു. വഴിപോലെ മഹത്വമേറും വാനപ്രസ്ഥന ചമയേണം പത്നിയെ. പുത്രന്മാരെ ഭരമേൽപ്പിച്ചെങ്കിലും പത്നിയും താനും കൂടിപ്പോകിലും കണക്കല്ലോ. പത്നിക്കു രജസ്സടങ്ങിയിടിനാൽ വനത്തിങ്കൽ അഗ്നിയെ മനസ്സിങ്കലാവാഹിച്ചാകിലുമാം. ക്ഷേത്രോപവാസാദിയും ഭൂപ്രദക്ഷിണാദിയും തീർത്ഥസ്നാനാദിയും ചെയ്തരണ്യം തന്നിൽ വാണു ദേഹത്തെ ത്യജിക്കലുമാമതന്യെ. പിന്നെ മോഹത്തെ ഒടുക്കി സന്യാസം കൊള്ളുകിലുമാം. മുക്തസന്ദേഹമെല്ലാ തത്വവും കഥിച്ചിടും നിത്യവും ചിത്തം വിഷയത്തിങ്കൽ വിരക്തമായി. നിത്യാദി വിവേകത്തോടും ആചാര്യനെ ഭക്ത്യ വന്ദിച്ചു ശുശ്രൂഷിച്ചു ചോദിച്ചിടുമ്പോൾ നിത്യമാകുന്നതാത്മാവ് നിത്യം പ്രപഞ്ചമെന്നുത്തമനായ ഗുരുവും ഉപദേശിക്കുമല്ലോ. വേദാന്ത ശ്രവണവും ചെയ്തുപനിഷത്തുക്കൾ ഖേദാന്തം വരുവതിനഭ്യസിച്ചാചാര്യൻ തൻ പാദാന്തേ പരിചരിച്ചാനന്ദം പ്രാപിപ്പാനായി ഭേദാന്തം വരുത്തുന്ന തത്വമസ്യാദിവാക്യം ബോധാർത്ഥം ധരിച്ചുടൻ അഷ്ടാംഗയോഗത്തോടും ഭേദാർത്ഥ ഭ്രമം തീർന്നു മോക്ഷവും പ്രാപിച്ചിടാം. ക്ഷത്രിയൻ പിന്നെ ബാഹുജനവന്നു കർമ്മത്രയം തന്നെയുള്ളൂ. കേൾക്കടോ യുധിഷ്ഠിര, വേദമോതുകയുമാം യാഗവും ചെയ്യാമല്ലോ. സാദരം യഥാപാത്രം ദാനവും ചെയ്യാമെടോ. മേദിനീശ്വരനായാൽ അഭിഷേകം ചെയ്യണം. മേദിനീപദേ മഹീനർജര മുനീന്ദ്രന്മാർ സമുദ്ര ദിവ്യനദീ തീർത്ഥപുഷ്കരം രത്നമൂഴ്ത്തിയിടുന്ന കലശങ്ങളിൽ നിറച്ചുടൻ മണിമന്ത്രൌഷധങ്ങൾ കൊണ്ടു പൂജിച്ചു നാനാമണി ശോഭിത മകുടാതിഭൂഷണം പൂണ്ടു ശംഖദുന്ദു വിപടഹാദിവാദ്യങ്ങളോടും കിങ്കരഭൃത്യ മമാത്യ മന്ത്രിചാരന്മാരോടും അന്തികെ പുരോഹിതൻ തന്നോടും കൂടെ ചെന്നു ചെന്തഴവെഞ്ചാമരം വെൺകൊറ്റക്കുടയോടും മാലവട്ടവും കൊടിക്കൂറകളോടും ആനതേർ കുതിരകള കാലാളായ വടയോടും സേനാനായകന്മാരാം വീരന്മാരോടും ചേർന്നു നാനാഗാനാകർണന പ്രീണിത മനസ്സോടെ രത്നസിംഹാസനത്തിന്മേലാമാറിരുന്നു
പത്നിയെ വാമഭാഗേ ചേർത്ത അഭിഷിക്തനായാൽ ശത്രുക്കൾ വരായ്വതിനൊരു കോട്ടയും ചമച്ചുത്തമ രാജഗൃഹം മധ്യേ തീർക്കയും വേണം. ഭിത്തികൾ തോറും ദിവ്യമൂർത്തികളുടെ രൂപം ചിത്രമായെഴുതി വെൺമാളികകളും വേണം. പർവ്വത വനജല പൂർണ്ണവാഹിനി വേണം. പൊയ്വഴി കുഴിയന്ത്രപാലകൾ കിടങ്ങുകൾ അളവില്ലാതെ വെള്ളം നിറഞ്ഞ കിണറുകൾ കുളവും നാനാവർണ്ണം മരുവും ഗൃഹങ്ങളും അരയാൽ പെരും തെരുവുദ്യാനം നടക്കാവും. കരികൾ കുതിരകൾക്കുള്ള പന്തികൾ വേണം. വളഞ്ഞ മതിൽക്കെല്ലാം അമ്പറകളും വേണം. വിളങ്ങീടിന് സഭാതലവും ആസ്ഥാനവും മന്ത്രശാലകളോടു നാടകശാലകളും ചന്തമോടന്തപ്പുരം ചന്ദ്രികാങ്കണങ്ങളും സൂതമാഘവന്ദിത സ്തുതി പാഠകചാര ദൂത ഗായക കുശീല സേവകഗൃഹം നർത്തകീയുക്തന്മാരാം നർത്തക പ്രവരന്മാർ ചിത്തകൗതുകത്തോടു വസിക്കയും ഗൃഹങ്ങളും നിറഞ്ഞ പുരി തന്നിൽ തെളിഞ്ഞു വസിക്കേണം. നിറഞ്ഞ ജനങ്ങളും അരികെ മേവിടേണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം